അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വലിൽ അബുദാബി സുന്നി സെൻ്റർ എന്ന മഹത്തായ സംഘടന നടത്തിവരുന്ന സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത് സീസൺ 24ാമത് എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്നു ഈ എപ്പിസോഡിന്. കഅന്നഹും ഫീ للخيل نبتربا من شدة الحزم لا من شدة الحزم طارت قلوب العدا من بأسهم فرقا فما تفرق بين البهم والبهم ومن تكن برسول ലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജ്മീ അഹ്ബലൻ തറാ മിൻ വലിയ്യിൻ ഗൈറ മുൻതസിരി ബിഹി വലാ മിൻ അദുവ്വിൻ ഗൈറ മുൻഫസിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധങ്ങളിലൂടെ എന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്തിൻ്റെ യുദ്ധപാടവം, അതിനെക്കുറിച്ചാകുന്നു ഈ വരികളിൽ ചർച്ച ചെയ്യുന്നത്. കഅന്നഹും ഫീ ളുഹൂരിൽ ഖൈലി നബ്തുറുബൻ. കുതിരപ്പുറത്ത് മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് ഇരിക്കുമ്പോൾ പർവ്വതമുകളിൽ വൃക്ഷങ്ങൾ എങ്ങനെയാകുന്നു അതുപോലെയാകുന്നു ഉയർന്ന് തലയെടുപ്പോടുകൂടെ അവർ യുദ്ധരണാങ്കണത്തിൽ കുതിരയുടെ മീതെ നിൽക്കുന്നു. മിൻ ശിദ്ദത്തിൽ ഹസ്മി ലാ മിൻ ശിദ്ദത്തിൽ ഹുസുമി. അവർ ദൃഢചിത്തരായതുകൊണ്ടാണ് അങ്ങനെ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ അവരെ ജീനിയിൽ കയറുകൊണ്ട് ബന്ധിച്ച നിലയിൽ അല്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയും ഉലയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാറ്റിനനുസരിച്ച് കുന്നിൻ നെറുകിൽ ചെടി പോലെയായിരിക്കും അവർ. കാറ്റിനനുസരിച്ച് കുന്നിൻ ഏറ്റവും മുകളിലുള്ള ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്നത് പോലെ നമുക്ക് തോന്നും. സത്യത്തിൽ ആ ചെടി അതിൻ്റെ വേര് ശക്തിയായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെയാകുന്നു മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്ത് കിറാം യുദ്ധത്തിൽ എന്ന് പറയാണ് ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു. യുദ്ധരണാങ്കണത്തിൽ ശത്രുവിനെ പ്രതിരോധിക്കാൻ വേണ്ടി വാളും പരിചയും കുന്തവും മാറി മാറി ഉപയോഗിക്കുന്നു മഹാന്മാരായിരിക്കുന്ന യുദ്ധഭടനായ സഹാബത്ത്. ഇടതടവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കും. കുലുങ്ങുകയും തിരിയുകയും മറിയുകയും ഉയരുകയും താഴുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുകയും ഒക്കെ ചെയ്യുന്നു. ഇതാണല്ലോ യുദ്ധം എന്ന് പറയുന്നത്. എന്നാൽ ഈ സമയത്തൊന്നും ഒരു തഴക്കം വന്ന ഭടൻ ഇരുന്ന സീറ്റിൽ നിന്ന് അശേഷം നീങ്ങിയിട്ടുണ്ടാവില്ല. അതാണ് യുദ്ധപാടവം എന്ന് പറയുന്നത്. അപ്പം യുദ്ധത്തിൽ യുദ്ധപാടവം സിദ്ധിച്ച ഒരു യോദ്ധാവ് എങ്ങനെയാണോ അതേ പ്രകാരമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് അടർക്കളങ്ങളിൽ പോരാടിയത്.
അപ്പം കുതിരപ്പുറത്ത് അവരിങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ തോന്നിപ്പോകുന്നത് പർവ്വതത്തിൻ്റെ മലയുടെ മുകളിൽ നിൽക്കുന്ന റുബാ ചെടി പോലെയാകുന്നു എന്നാണ് മഹാനായ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ത്വാറത്ത് ഖുലൂബുൽ ഇദാ മിൻ ബഅസിഹിം ഫറഖൻ ഫമാ തുഫർരിഖു ബൈനൽ ബഹ്മി വൽ ബുഹമി. യോദ്ധാക്കളെയും ആട്ടിൻകുട്ടികളെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ശത്രുഹൃദയങ്ങളെ യുദ്ധനൈപുണിയാൽ അവർ പരിഭ്രാന്തിയിലാഴ്ത്തി. ത്വാറത്ത് തങ്ങൾക്കേറ്റ പ്രഹരത്തിൻ്റെ കാഠിന്യത കൊണ്ടാണ് വെപ്രാളത്തിൽ ശത്രുഹൃദയങ്ങൾ പാറിപ്പോയത്. ത്വാറത്ത് എന്ന പദാണ് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു ഇവിടെ ഉപമിച്ചിട്ടുള്ളത്. ഒരാൾക്ക് ഭീതി തട്ടിയാൽ കാണുന്നതെന്തും താൻ ഭയപ്പെടുന്ന വസ്തുവാണെന്ന് തോന്നും. ആ രൂപത്തിലായിരുന്നു മഹാന്മാരായിരിക്കുന്ന യോദ്ധാക്കളാകുന്ന സ്വഹാബത്ത് ശത്രുവിനോട് പൊരുതിയപ്പോൾ ശത്രുക്കൾ ഭയന്ന് അവർക്ക് അവരുടെ എതിരാളികളെയും ആട്ടിൻകുട്ടികളെയും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ, അഥവാ ആ ശത്രുക്കളെ അപ്പോൾ തന്നെ പേടിച്ചരണ്ടുകൊണ്ട് ശത്രുക്കളെയും ആട്ടിൻകുട്ടികളെയും കണ്ടാൽ തിരിച്ചറിയാത്ത രൂപത്തിൽ അത്രത്തോളം അവർ ഭയചകിതരായി എന്നതാണ് ഈ വരിയിലൂടെ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു ഉപമിക്കുന്നത്. ത്വാറത്ത് ഖുലൂബുൽ ഇദാ മിൻ ബഅസിഹിം ഫറഖൻ ഫമാ തുഫർരിഖു ബൈനൽ ബഹ്മി വൽ ബുഹമി. ശത്രുക്കൾക്ക് പ്രഹരമേറ്റത് മുസ്ലിം യുവാക്കളിൽ നിന്നാണ്. ഈ യുവാക്കളെ കണ്ടവർ പേടിച്ചുപോയി. എത്രത്തോളം എന്ന് വെച്ചാൽ കുഞ്ഞാടിനെ കണ്ടാൽ പോലും മുസ്ലിം യുവാക്കളാണെന്ന് തോന്നാൻ തുടങ്ങുന്ന ഒരു രൂപത്തിലേക്ക് ശത്രുക്കൾ മാറി. ആ രൂപത്തിലായി മാറിയവർ. എന്തുകൊണ്ട്? ഒരാൾ എന്തിനെക്കുറിച്ച് കണ്ട് പേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുന്നതെല്ലാം അവനെ പേടിപ്പിച്ച ആ വസ്തുവാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു തരത്തിൽ ശത്രുക്കളുടെ ഭയം, അവരുടെ ഹൃദയം അത്രത്തോളം അവർ ഭയത്താൽ അവരെ മൂടി എന്നാണ് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു ഈ വരി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അറബി ഭാഷയിൽ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് പറയുന്നതാണ് ബഹ്മ് എന്ന് പറയുന്നത്. ധീര യുവാക്കൾക്കാണ് ബുഹ്മ് എന്ന് പറയുന്നത്. രണ്ടും അക്ഷരങ്ങൾ തുല്യമാകുന്നു, ഹറക്കത്തിൽ മാത്രമാകുന്നു മാറ്റം. ഇത് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അറബി ഭാഷയിലുള്ള ഒരു വല്ലാത്ത കഴിവാകുന്നു എന്ന് വേണം നമ്മൾ പഠിക്കാൻ. വമൻ തകുൻ ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജ്മീം. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴി സഹായം ലഭിക്കുന്നവനെ സിംഹങ്ങൾ അവയുടെ സിംഹമടകളിൽ വെച്ച് കണ്ടാലും വനത്തിൽ വെച്ച് കണ്ടാലും ശാന്തമാവുക മാത്രമേ ചെയ്യുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം വളരെ വലിയതാകുന്നു. അത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നതാകുന്നു പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള സഹായം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചത് ആദം സന്തതികളുടെ നേതാവായിട്ടാണ്. നേതാവിൻ്റെ സ്വഭാവം അനുയായിയെ ഒരിക്കലും കൈവിടാതിരിക്കുക എന്നതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം അർഹിക്കുന്നുവെങ്കിൽ അവിടുന്ന് എവിടെയാണെങ്കിലും ഓടിയെത്താതിരുന്നിട്ടില്ല. ഏത് വനത്തിലാണെങ്കിലും ഏത് നരിമടയിലാണെങ്കിലും ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായം നൽകുക തന്നെ ചെയ്യും. ഇതാണ് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ച് സഹായം തേടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അത് ഏത് നരിമടയിലാണെങ്കിലും
സിംഹത്തിൻ്റെ കൂട്ടിലാണെങ്കിലും സിംഹത്തിൻ്റെ വനത്തിലാണെങ്കിലും എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇതിന് സമാനമായിരിക്കുന്ന ഒരു സംഭവം സഫീന റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. മൗലയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായിരുന്നു സഫീന റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു സിംഹത്തിൻ്റെ വനത്തിലെത്തിപ്പോയി. സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ പായക്കപ്പൽ തകർന്നു പോയി. കിട്ടിയ പലകപ്പുറത്ത് കരക്കടഞ്ഞത് സഫീന റളിയല്ലാഹു തആല അൻഹു ഒരു വനത്തിലായിരുന്നു, അല്ലെങ്കിൽ സിംഹമടയിലായിരുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമാണ് എന്ന് പറഞ്ഞു. സിംഹത്തിനോടാണ് പറയുന്നത്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൃത്യനാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൃത്യനാണ് എന്ന് ആ സിംഹത്തിനോട് പറഞ്ഞ താമസം ആ സിംഹം പോവേണ്ട റൂട്ടുകൾ കാണിച്ചു കൊടുത്തു മഹാനായ സഫീന റളിയല്ലാഹു തആല അൻഹുവിന് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് വഖൂലുൻദുർന, നിങ്ങൾ പറയൂ നബിയെ ഞങ്ങളെ നോക്കേണമേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നതിനെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ ഇതിൽ തെളിവ് പറയുന്നുണ്ട് അല്ലാഹു തആല. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മുഅ്മിനിനെയും ഇത് ബാധകമാകുന്നു എന്നർത്ഥം. അത് ഏത് വനത്തിലാണെങ്കിലും നരിമടയിലാണെങ്കിലും ഇത് ബാധകമാകുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് സഹായിയാകുന്നു. വമൻ തകുൻ ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജ്മീ. വലൻ തറാ മിൻ വലിയ്യിൻ ഗൈറ മുൻതസിരി ബിഹി വലാ മിൻ അദുവ്വിൻ ഗൈറ മുൻഫസിമീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സഹായം ലഭിച്ചിട്ടില്ലാത്ത ഒരൊറ്റ വലിയും ഇല്ല. വലാ മിൻ അദുവ്വിൻ ഗൈറ മുൻഖസിമീ, ശരീരം തുന്നം പാറാത്ത ഒരൊറ്റ ശത്രുവിനെയും കാണാനുമാകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരെങ്കിലും ശത്രുത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും തകരുക തന്നെ ചെയ്യും, തകർന്നിട്ടേ ചരിത്രമുള്ളൂ എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. വലൻ തറാ മിൻ വലിയ്യിൻ ഗൈറ മുൻതസിരി ബിഹി വലാ മിൻ അദുവ്വിൻ ഗൈറ മുൻഫസിമീ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടിയവരാരും വെറുതെ യാവാത്തതുപോലെ അവിടുത്തോട് കളിച്ചവരാരും തടിക്ക് മുറിവേറ്റിട്ടല്ലാതെ മടങ്ങിയിട്ടുമില്ല എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. ബദറിലെ പൊട്ടക്കിണറിൽ കിടക്കുന്ന ശത്രുശവങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംവദിക്കുന്ന ഒരു രംഗമുണ്ട്. അള്ളാഹു നൽകിയ വാഗ്ദാനം അള്ളാഹു പൂർത്തീകരിച്ചില്ലേ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധിക്കരിച്ച് തങ്ങളെ ചീത്ത പറഞ്ഞ് ആരൊക്കെ കളിച്ചിട്ടുണ്ടോ അവരെല്ലാം പാഠം പഠിച്ചിട്ടുണ്ട് എന്നതാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഈ വരിയിലൂടെ കൊണ്ടുവരുന്നത്. ഏതുപോലെ എന്ന് പറയാൻ, ആരെങ്കിലും സഹായം ചോദിച്ചാൽ സഹായവും ലഭിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരെങ്കിലും എതിര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കളി പഠിപ്പിച്ചിട്ടുമുണ്ട് എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. അഹല്ല ഉമ്മതഹു ഫി ഹിർസി മില്ലതിഹി കല്ലൈസി ഹല്ല മഅൽ അശ്ബാലി ഫി അജമീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെയുമെടുത്ത് പ്രസ്ഥാനമാകുന്ന ആദർശമാകുന്ന സുരക്ഷിത താവളത്തിൽ സുരക്ഷിതത്വം ഒരുക്കി. ഏതുപോലെ സ്വന്തം കുഞ്ഞുങ്ങളെയുമെടുത്ത് സിംഹമടയിൽ സിംഹം
കുടിയേറുന്നത് പോലെ താമസമാക്കി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഉമ്മത്തിനെ ദീനുൽ ഇസ്ലാമാകുന്ന ആദർശം എന്ന കോട്ടയിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ മുമ്പിൽ കാവൽ നിന്നു പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലൻ തറാ മിൻ വലിയ്യിൻ ഗൈറ മുൻതസിരി ബിഹി വലാ ബിൻ അദുവിൻ ഗൈറ മുൻഫസിമി. ഇത് പറഞ്ഞിട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സമുദായത്തിന് കോട്ടയ്ക്ക് അകത്ത് നിർത്തി എപ്രകാരം കാവൽ നിന്നു എന്നത് പറയാണ് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും ഉമ്മത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്ത വിഷമമായിരുന്നു. അത് ദുനിയാവിലും ആഖിറത്തിലും ഉമ്മത്തിനെ വഴിപഴപ്പിക്കാൻ ആരെയും അനുവദിച്ചിട്ടില്ല എന്നർത്ഥം. ദുനിയാവിലും അങ്ങനെ തന്നെ. അതിനെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളുടെ സ്വന്തത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നിരിക്കുന്നു. നിങ്ങൾ പ്രയാസപ്പെടുന്നത് ആ പ്രവാചകർക്ക് സഹിക്കാനേ കഴിയില്ല. നിങ്ങളുടെ മേൽ അങ്ങേ അറ്റത്ത തൽപരനാകുന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികളോട് ഏറ്റവും വലിയ ദയാലുവാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അങ്ങേ അറ്റത്ത കാരുണ്യമുള്ളവനാണ് വിശ്വാസികളോട്. ഈ സൂക്തത്തിൽ പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉമ്മത്തിൻ്റെ നേർക്കയുള്ള എത്രമാത്രം മനസ്സ് എന്നുള്ളത് കാണാൻ പറ്റും ഈ ആയത്തിലൂടെ. ഒരു സിംഹത്തിനും തൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളോട് ഇത്രയും വാത്സല്യവും സ്നേഹവും ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രൂപത്തിൽ ദുനിയാവിലും ആഖിറത്തിലും ഉമ്മത്തിന് വേണ്ടി കാവൽ നിന്നു എന്ന് പഠിപ്പിക്കാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. കാട്ടിലെ സിംഹമാണ്, കാട്ടിലെ രാജാവാണ് സിംഹമെന്ന് പറയുന്നത്. ഏറ്റവും ധീരതയുള്ള ജീവിയാണ് സിംഹം എന്ന് പറയുന്നത്. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയോർത്ത് കൂടുതൽ ധീരതയും ജാഗ്രതയും പ്രകടിപ്പിക്കും സിംഹം. എന്നാൽ കാട്ടിലെ രാജാവിനെ പോലെ ഉമ്മത്തിന് ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് നോക്കി നിന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ. അങ്ങേയറ്റത്തെ കൃപയോടെ പെരുമാറി. എന്നാൽ ദുനിയവിയായിരിക്കുന്ന ഭൗതികമായ ഏതെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വന്ന് പറഞ്ഞപ്പോഴും അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ സഹായം ലഭിക്കാതിരുന്നിട്ടില്ല. ഉമ്മത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വല്ലാത്ത ഒരു പ്രതീക്ഷ ലഭിച്ചിട്ടുണ്ട്. അത് ദുനിയാവിലും ആഖിറത്തിലും എന്ന് പറയാണ്. അത് ഏതുപോലെ എന്ന് പറയാണ്. ഒരു സിംഹം തൻ്റെ സിംഹത്തിൻ്റെ കൂട്ടിൽ, സിംഹത്തിൻ്റെ മടയിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കാവൽ നിൽക്കുന്നോ അങ്ങനെ ഉമ്മത്തിന് കാവൽ നിന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ആദർശം അല്ലാത്ത എല്ലാ ആദർശങ്ങളും പൊട്ടിപ്പാളീസായിപ്പോയി. ഏതെല്ലാം ആദർശങ്ങൾ ഭൂമിയിൽ വന്നിട്ടുണ്ടോ അതെല്ലാം തകർന്നു പോയ ചരിത്രമേ ഉള്ളൂ. എന്നാൽ 14 നൂറ്റാണ്ടായിട്ടും പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് ഇവിടെ നിലനിൽക്കുന്നു എന്നർത്ഥം. അഹല്ല ഉമ്മതഹു ഫി ഹിർസി മില്ലതിഹി കല്ലൈസി ഹല്ല മഅൽ അഷ്ബാലി ഫി അജമി. സ്വന്തം സമുദായത്തെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാമൂഹികമായ രക്ഷാവലയത്തിന് അകത്ത് സംരക്ഷിച്ച് നിർത്തി. എപ്രകാരം എന്ന് പറയാണ്, സിംഹം അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ എന്ന് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഇതുപോലെ കം ജദ്ദലത് കലിമാതുല്ലാഹി മിൻ ജദലി ഫീഹി വകം ഖസമൽ ബുർഹാനു മിൻ ഖസമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ
ലിൽഖൽഖി കുല്ലിഹിമീ. ഇൻഷാ അല്ലാഹ് ബാക്കി വരികൾ അടുത്ത ദിവസം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു എപ്പിസോഡ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.